ആറ്റുകാലിൽ നഗരസഭയുടെ അനാസ്ഥ. പൊങ്കാല അടുപ്പിന്റെ കല്ലും മറ്റ് അവശിഷ്ടങ്ങളും മാറ്റാതെ ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിൽ ബാലന്മാരുടെ കുത്തിയോട്ട നേർച്ച ആരംഭിച്ചു. ദേവിയുടെ ഭടന്മാരാണ് കുത്തിയോട്ട ബാലന്മാർ എന്നാണ് വിശ്വാസം. 581 ബാലന്മാരാണ് ഇത്തവണ കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്നത്. തുടർന്ന് 11:15 മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്ത്. അതേസമയം ക്ഷേത്രത്തിൽ ദർശനത്തിന് ഭക്തരുടെ നീണ്ട നിരയാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട്. പ്രശാന്ത്, കുത്തിയോട്ട ബാലന്മാർ മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചിട്ടുണ്ടോ? ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട്. പ്രശാന്ത്, ഈ കുത്തിയോട്ട ബാലന്മാരുമായുള്ള എഴുന്നള്ളത്ത് മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാറായിട്ടുണ്ടോ? വൈകിട്ട് 7:30 ആരംഭിച്ച കുത്തിയോട്ട ഘോഷയാത്ര കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് 7:30 ആരംഭിച്ചത്. അതിപ്പോഴും തുടരുന്നൊരു സാഹചര്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ ഇത് കാണാൻ സാധിക്കുന്നത്. ഓരോ സംഘങ്ങളായുള്ള കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ്. ബാൻഡ് മേളത്തിൻ്റെയും അതോടൊപ്പം തന്നെ ചെണ്ടമേളത്തിൻ്റെയും എല്ലാം അകമ്പടിയോടുകൂടിയാണ് ഈ ബാലന്മാർ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 7:30 കുട്ടികളെ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന അതിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ 581 കുട്ടികളാണ് ഇത്തവണ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഭാഗമായി കുത്തിയോട്ടത്തിന് നേർച്ചയായി എത്തിയിട്ടുള്ളത്. അതിൽ ആ 581 കുട്ടികളും 7 പേരടങ്ങുന്ന ഒരു സംഘം 7 പേരടങ്ങുന്ന ഒരു സംഘമായി തിരിഞ്ഞുകൊണ്ടാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ആചാരവിധി പ്രകാരമുള്ള ചൂരൽക്കുത്ത് ചടങ്ങുണ്ടാകും. ചൂരൽക്കുത്ത് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് ദേവിയുടെ തിരുവാറാട്ട് ഉണ്ടാകുക. മണക്കാട് ശാസ്താവിൻ്റെ സന്നിധിയിലേക്കുള്ള ആറാട്ടുണ്ടാക്കുക. ആ ആറാട്ടിന് അകമ്പടി സേവിക്കലാണ് ഈ കുത്തിയോട്ട ബാലന്മാർ എത്തിയിരിക്കുന്നത്. ദേവിയുടെ മുറിവേറ്റ ശ്രീഭദ്രകാളിയുടെ മുറിവേറ്റ ഭക്തന്മാർ, മുറിവേറ്റ ഭടന്മാർ എന്നാണ് ഈ കുത്തിയോട്ട ബാലന്മാരെ വിശേഷിപ്പിക്കുന്നത്. ദേവിയുടെ ഭടന്മാരായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്രയിലും ദേവിയെ മണക്കാട് ശാസ്താവിനെ കാണുവാനുള്ള ആ യാത്രയിലും ഈ ഭടന്മാരായ കുത്തിയോട്ട ബാലന്മാർ ദേവിക്ക് അകമ്പടി സേവിക്കും. അകമ്പടി സേവിച്ച് ക്ഷേത്രത്തിലെത്തുകയും അവിടെ നിന്ന് തിരിച്ച് ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിലേക്കുള്ള യാത്രയിലും ബാലന്മാരൊപ്പം ഉണ്ടാകും, കുത്തിയോട്ട ബാലന്മാരൊപ്പം ഉണ്ടാകും. അതിനുശേഷമാണ് ഈ കുത്തിയോട്ടത്തിൻ്റെ ചൂരൽക്കുത്തഴിച്ചുകൊണ്ട് കുത്തിയോട്ടം മഹോത്സവത്തിന് ഔദ്യോഗികമായ ഒരു പരിസമാപ്തി കുറിക്കുന്നത്. ഒരു വർഷം നീണ്ട കാത്തിരിപ്പ് അല്ലെങ്കിൽ ജന്മങ്ങളായുള്ള കാത്തിരിപ്പാണ് കുത്തിയോട്ട ബാലന്മാരെ നേർച്ചയായി മാതാപിതാക്കൾ ഈ തിരുസന്നിധിയിലേക്ക് നേർച്ചയായി എത്തിക്കുന്നത്. അതിലൊരു സാഫല്യവും അതുകൂടി നമുക്ക് നിന്നും അനുഭവിച്ച് അറിയാൻ കഴിയും. ഇപ്പോഴും തുടരുന്നൊരു കുത്തിയോട്ടത്തിൻ്റെ ഓരോ സംഘങ്ങൾ ചെറു സംഘങ്ങൾ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സംഘങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ആചാരപ്പെരുമയോട് കൂടിയ ഒരു നിമിഷം. ആ നിമിഷത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അനന്തമയുടെ മണ്ഡം സാക്ഷ്യം വഹിക്കുന്നത്. ആറ്റുകാലമ്മയുടെ തിരുമുറ്റം സാക്ഷ്യം വഹിക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവം നാളത്തെ ഒരു ദിവസത്തോട് കൂടി സമാപിക്കും. ഇന്നായിരുന്നു ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നടന്നത്. അക്ഷരാർത്ഥത്തിൽ അനന്തപുരിയെ യാഗശാലയാക്കി മാറ്റിക്കൊണ്ടായിരുന്നു ഈ പൊങ്കാല മഹോത്സവം നടന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അമ്മയുടെ തിരുസന്നിധിയിൽ കുത്തിയോട്ടം നടക്കുന്നത്. പൊങ്കാലയോളം വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് കുത്തിയോട്ട മഹോത്സവം എന്ന് പറയുന്നത്. എത്രത്തോളം പൊങ്കാല വിശേഷപ്പെട്ടതാണോ അത്രത്തോളം വിശേഷം ഈ ആറ്റുകാൽ ഈ കുത്തിയോട്ട മഹോത്സവത്തിന് മുമ്പ് ആ വൈശിഷ്ട്യം കുത്തിയോട്ട മഹോത്സവം കാണാൻ സാധിക്കും. അങ്ങനെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ സംഘങ്ങളും തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തിരുസന്നിധിയിലേക്ക് നടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു
അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതൊരു അനുഗ്രഹീത മുഹൂർത്തമാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ മണക്കാട് ശാസ്താവിൻ്റെ തിരുസന്നിധിയിലേക്കുള്ള അമ്മയുടെ എഴുന്നള്ളത്തുണ്ടാകും. ആ എഴുന്നള്ളത്ത് കാണുവാനും അതിൻ്റെ ആ നിമിഷത്തിൽ പങ്കെടുക്കുവാനുമായിട്ടാണ് ഇനിയുള്ള കാത്തിരിപ്പ് മുഴുവനും. എല്ലാവരും ആ കാത്തിരിപ്പിലാണ്. വലിയ ഒരു മുഹൂർത്തം, കാത്തിരുന്നൊരു മുഹൂർത്തം കൂടിയാണ് ഈ സാക്ഷ്യം വഹിക്കുന്നത്. നിറയെ ഭക്തജനങ്ങൾ ഇതിനോടകം തന്നെ രാവിലെ തന്നെ ഭക്തജനങ്ങൾ വലിയ സാന്നിധ്യമുണ്ടായിരുന്നു. ഇപ്പോഴും ചെറിയ ഭക്തജനങ്ങൾ വലിയ സാന്നിധ്യമാണ്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ 9ാം ദിവസം, ആ 9ാം ദിവസമാണ് ഇന്ന്. ആ 9ാം ദിവസത്തോട് അനുബന്ധിച്ചാണ് നമുക്ക് ഈ ചൂരൽകുത്ത് നടക്കുന്നത്. ആ മുഹൂർത്തം വലിയ ഒരു മുഹൂർത്തത്തിനാണ് ഇപ്പോൾ അനന്തപുരിയിൽ ആറ്റുകാലിൻ്റെ മണ്ണും അമ്മയുടെ തിരുമുറ്റും അടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 581 ബാലന്മാരാണ് ഇത്തവണ കുത്തിയോട്ട മഹോത്സവത്തിനായി എത്തിയത്. നീണ്ട 7 ദിവസത്തെ വ്രതം, ആ വ്രതത്തിന് ശേഷം ആ 7 ദിവസത്തെ വ്രതവും 1008 തവണ അമ്മയെ പ്രദക്ഷിണം ചെയ്യും. ഈ 7 ദിവസം കൊണ്ട് 1008 തവണ അമ്മയെ പ്രദക്ഷിണം ചെയ്യും. അങ്ങനെ അമ്മയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചൂരൽ ഈ കുത്തിയോട്ട മഹോത്സവത്തിന് തയ്യാറാകുന്നത്. കുട്ടികളെ തയ്യാറാക്കുന്നത് അതിൻ്റെ ഒരു പരിസമാപ്തി, അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തി നിൽക്കുകയാണ് ദൃശ്യ.